ജീവിതത്തിന്റെ എല്ലാ തുറകളിലും ഒരുപോലെ മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് വിജയിച്ചു കാണാൻ. ഹല്ലേലൂയ. പക്ഷേ ബൈബിൾ പറയുകയാണ്, അതെ ഹല്ലേലൂയ, ജയം ദൈവത്തിൽ നിന്നാണ് വരുന്നത്. അപ്പൊ നോക്കിയാൽ ഈ ലോകത്തിൽ നാം കണ്ണോടിച്ചാൽ ഒരു വശത്ത് ജയിച്ച് വിജയശ്രീയിൽ ആളിതരായി വിരാജിക്കുന്ന ഒരു കൂട്ടത്തെ കാണാം, എന്നാൽ മറുവശത്ത് പരാജയത്തിന്റെ പടുകുഴിയിൽ ആണ്ടുപോയ മറ്റൊരു കൂട്ടത്തെ കാണാം. അപ്പോൾ ലോകം പരാജയ സമ്മിശ്രമാണ്. ലോകത്ത് ഒരു വശത്ത് ജയമുണ്ട്, മറുവശത്ത് പരാജയമുണ്ട്. ഹല്ലേലൂയ. ജയ പരാജയങ്ങളുടെ സമ്മിശ്രമായി ലോക ജനത മുന്നേറുമ്പോൾ ബൈബിൾ പറയുകയാണ്, ജയം ദൈവത്തിന്റെ കൈവശത്തിലിരിക്കുന്നു. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ എന്നെയും നിങ്ങളെയും ജയിപ്പിക്കാൻ പറ്റുന്നത് ദൈവത്തിന് മാത്രമാണ്. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും പറയും, അല്ലല്ല കഴിവുകൊണ്ട് ജയിക്കുമെന്ന്. എന്നാൽ ഞാൻ പറയും, ഇല്ല. നിങ്ങൾക്ക് എത്ര അറിവുണ്ടെങ്കിലും, നിങ്ങൾക്ക് എത്ര ജ്ഞാനമുണ്ടെങ്കിലും, ഹല്ലേലൂയ, നിങ്ങൾ എത്ര കഴിവുള്ളവരാണെങ്കിലും, നിങ്ങൾ ഏറ്റവും നല്ല ആലോചനക്കാരൻ്റെ ആലോചന കേട്ട് കാര്യങ്ങൾ ചലിപ്പിക്കുന്നവരാണെങ്കിലും ചില സമയങ്ങളിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോകാം. കാര്യം എന്താണെന്നറിയാവോ? ജയം ഇരിക്കുന്നത് എൻ്റെ ദൈവത്തിൻ്റെ കരത്തിലാണ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവം തന്നാലേ ജയമുള്ളൂ. അതുകൊണ്ട് ബൈബിൾ പറയുന്നു, കുതിരയെ യുദ്ധ ദിവസത്തേക്ക് ചമയിക്കുന്നു, ജയമോ യഹോവയുടെ കൈവശത്തിലിരിക്കുന്നു.